എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബീഫാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും എടുക്കാവുന്നതാണ്. ഇനി ബീഫും ചിക്കനും നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടും ഈ കട്ട്ലറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ ക്രിസ്പി ആയിട്ടുള്ള പൊടിഞ്ഞു പോകാത്ത കട്ട്ലറ്റ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഏത് മീറ്റാണോ എടുക്കുന്നത് അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ആണെങ്കിൽ പാനിൽ തന്നെ ഇട്ട് വേവിക്കുക, അല്ലെങ്കിൽ ബീഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 250 ഗ്രാം ബീഫാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കൂട്ടിയും കുറച്ചും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതൊരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. പച്ചമണം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. ഞാനിവിടെ മിൻസ്ഡ് മീറ്റാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം മിൻസ്ഡ് മീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം വേവിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം അത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൻസ്ഡ് മീറ്റാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 3-4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് കപ്പ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പുകളിൽ ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം കട്ട്ലറ്റ്സും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഡിപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വലത്തെ കൈ കൊണ്ട് മുട്ട എടുക്കുകയാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാത്ത കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഓരോ ലെയർ കഴിയുന്തോറും ഞാനതിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഓവർനൈറ്റ് അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ കട്ട്ലറ്റിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ അത്യാവശ്യം ചൂടായും കിടപ്പുണ്ട്. അതിലേക്ക് ഇനി ഓരോന്നിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇത് പൊടിഞ്ഞൊന്നും പോകുന്നില്ല, വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്താലും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരെന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്